അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വണ്ടിപ്പെരിയാറിന്റെ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലാണ്. ഇവിടെ വരാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ വണ്ടിപ്പെരിയാറിന്റെ അബ്ബാസ് മന്ത്രി ഇപ്പം വേറൊരു മെഡലുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ മിസ്റ്റർ ഇടുക്കിയിൽ മത്സരിക്കുകയും അവിടുന്ന് മെഡൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 1ാം സ്ഥാനമാണ് ലഭിച്ചിരുന്നത്. ഇന്ന് സംസ്ഥാന തലത്തിൽ മത്സരിച്ച് 3ാം സ്ഥാനം കരസ്ഥമാക്കിയാണ് അബ്ബാസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതുപോലുള്ള ഫിസിക്കലി ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളടക്കമുള്ള ആളുകൾ അവർക്ക് ഇവിടെ വന്ന് ഇത് ചെയ്ത്, അതായത് ഇതുപോലെ ഫിറ്റ്നസ് സെന്ററിൽ വന്ന് വർക്കൗട്ട് ചെയ്ത് ഇതുപോലുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും. ഒന്ന്. മറ്റൊരു വിഷയം, നമ്മുടെ ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന് പോലുള്ള മാരകമായ മയക്കുമരുന്ന് കൊണ്ടുള്ള ഉപയോഗം കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും ഒപ്പം സ്വന്തമായിട്ടും അവരവർക്കും കൂടെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ഫ്രണ്ട്സോ മറ്റ് ആളുകളൊക്കെ തന്നെ നമ്മളോടൊപ്പം കാണിക്കുന്നു അല്ലെ. നമ്മുടെ ശരീരം മാത്രമായിരിക്കും എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ആ ശരീരം വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഫിറ്റ്നസ് സെന്ററുകളെ സമീപിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, വൈബൊക്കെ വേണം. വൈബൊക്കെ അതിന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പൊ നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ അബ്ബാസ് ആണ്. അബ്ബാസ് എങ്ങനെയാണ് അവിടുത്തെ ആ മത്സരത്തിൽ പങ്കെടുത്തത്, ആ മത്സരത്തിൽ നിന്നും എന്തൊക്കെ അനുഭവം ഉണ്ടായി എന്നുള്ളത് നമുക്കൊന്ന്. Receiving bronze medal, certificate, honors and cash prize. അപ്പം നമ്മുടെ അബ്ബാസിനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അബ്ബാസ് വർക്കൗട്ടിന്റെ തിരക്കിലാണ്, എങ്കിലും നമുക്ക് സമയം തരുമെന്ന് ചോദിക്കാം. എങ്ങനെയാണ് അബ്ബാസെ? അപ്പോൾ എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ പറയുകയാണ്. അപ്പം എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഒരു മത്സരത്തിൽ പങ്കെടുത്തത്? എറണാകുളത്ത് വെച്ചായിരുന്നു. അത്യാവശ്യം നല്ല ടഫായിരുന്നു. കോമ്പറ്റീറ്റർ അതുകൊണ്ട് നല്ല ഫിസിക്കുള്ള ആളുകളായിരുന്നു വന്നിരുന്നത്. അത് കേട്ട് കിട്ടിയതിൽ സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നോ? മിസ്റ്റർ ഇടുക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മിസ്റ്റർ കേരള സെലക്ഷൻ ഉള്ളത് കൊണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ട്രെയിനർമാർ, നമ്മുടെ ജിമ്മിലെ ട്രെയിനർമാരായ പപ്പഞ്ചേട്ടൻ, പത്മകുമാറേട്ടനും ഷാർവിയേട്ടനും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് യൂസഫും ഇതിനുള്ള കറക്റ്റ് ചാർട്ടുകൾ നമുക്ക് റെഡിയാക്കി തന്നായിരുന്നു. ഫുഡും വർക്കൗട്ടും അതുപോലെ നമ്മുടെ ഡയറ്റിൻ്റെ ഫുൾ ചാർട്ടുകൾ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്തു. എത്ര നാൾ ഫോളോ ചെയ്ത്? അങ്ങനെയാണ് മിസ്റ്ററിക്ക് കഴിഞ്ഞത് 2013 തീയതിയാണ്. ഡിസംബർ 13, 2024. അത് കഴിഞ്ഞപ്പോൾ തന്നെ സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതിനുള്ള ഫോളോ അപ്പ് തുടങ്ങി. വർക്കൗട്ടിലായിരുന്നു. അതല്ലേ? അടുത്ത ഒരു പരിപാടികളുണ്ടോ ഇനിയിപ്പോൾ? എങ്ങനെയാണ് അതിൻ്റെ ഒരു അത് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. റേറ്റ് പരിപാടികൾ ഇനിയിപ്പോൾ അണ്ടർ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണം അല്ലേ? അങ്ങനല്ലേ അല്ലേ? അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തിന്റെ നമുക്ക് എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനെ അപേക്ഷിച്ച് ഇതുപോലുള്ള ഫിസിക്കലി നമുക്ക് നമ്മുടെ ബോഡിയിൽ നമുക്ക് നമ്മളെ ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് അവർക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് വർക്കൗട്ട് ചെയ്ത് അവരുടെ ശരീരത്തിലെ ചേഞ്ചസ് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് വേറെ എങ്ങോട്ടും ഡൈവേർട്ടായി പോകാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ? അപ്പം അത് വേറൊരു കാര്യത്തിൽ നമ്മൾ ഈ സമൂഹത്തിൽ നിന്നും എങ്ങനെയാ ഒരു ഇത് കിട്ടുന്ന അബ്ബാസിന് ഇപ്പം നിലവിൽ? ഇപ്പം നമ്മൾ ഈ അച്ചീവ്മെന്റ് ആയതുകൊണ്ട് കിട്ടിയപ്പോൾ തൊട്ട് ആൾക്കാർ നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമുക്ക് സംസാരിക്കാത്ത വരെ സംസാരിക്കുന്നു, വിശേഷങ്ങൾ അറിയുന്നു, ചോദിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ബോഡി ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്, താല്പര്യമുണ്ടല്ലേ? പക്ഷെ എന്നാ ആൾക്കാർ ഇങ്ങനെ വരാത്തതിന്റെ ഒരു അവർക്ക് സത്യം പറയാൻ അവർക്ക് ഒരു ടൈമിങ് കിട്ടുന്നില്ല, ചെറിയൊരു മടി, ഇതൊക്കെയാണ് ഒരു സ്റ്റാർട്ടിംഗ് ലെവലാണ് എല്ലാവർക്കും ഉള്ളത് അല്ലേ? അപ്പൊ എല്ലാവരും വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയൊക്കെ നല്ലപോലെ ബിൽഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇതുപോലെ മത്സരങ്ങളിലും പങ്കെടുക്കാൻ കഴിയും അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അബ്ബാസിൽ നിന്നും നമുക്ക് തരാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ പരിമിതൻ നമുക്ക് പറയാൻ കഴിയത്തില്ല. നമ്മളെക്കാളിലൊക്കെ തന്നെ കൂടുതൽ എഫേർട്ട് എടുത്ത് ഇങ്ങനൊരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനത്ത് എത്തുക എന്നത് ചെറിയ വിഷയമല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ് അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതുപോലുള്ള ഫിറ്റ്നസ് സെന്ററുകളിൽ നിന്നുള്ള ലഭിക്കുന്ന അറിവുകൾ നമുക്ക് കൂടുതലായി ഈ സമൂഹത്തിന് ഒപ്പം നമുക്കും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഇത് എല്ലാവരും ഇതുപോലുള്ള സെന്ററുകളെ ആശ്രയിക്കണം എന്നുകൊണ്ട്
മാത്രം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളും കൂടെ ആദരിക്കാതെ പോകുന്നത് ശരിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വകയായിട്ടും കൂടെ അബ്ബാസിനെ ഒരു ഷാൾ അണിയിച്ച് ആദരിക്കുകയാണ്.